ഇന്ന് നമ്മുടെ ഒരു കോൺക്രീറ്റ് നടക്കുന്ന ഒരു സൈറ്റിലാണ്. ഇന്ന് കോൺക്രീറ്റിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. ഇന്ന് കോൺക്രീറ്റ് വീഡിയോസ് അല്ല ഉദ്ദേശിച്ചത്. പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്ര എന്ന് ചോദിച്ച് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ദിവസവും 2-3 കോൾസ് നമുക്ക് വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മളൊരു ടാഗ് പ്രൈസ് വെച്ചിട്ട് പലരും പറയുന്നുണ്ടാവും 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഞങ്ങളുടെ റേറ്റ്, 2500 ആണ് ഞങ്ങളുടെ റേറ്റ്, 3000 ആണ് ഞങ്ങളുടെ റേറ്റ്. അങ്ങനെ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒരു ടാഗഡ് പ്രൈസ് പറയുന്നതിൽ യാതൊരു മീനിങ്ങും ഇല്ല. കാരണം ഇപ്പം ഈ ഒരു സ്ലാബ് കോൺക്രീറ്റ് നടക്കുന്നിടത്തൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് ബീംസ് വരുന്നുണ്ട്. അതായത് ടിപ്പിക്കൽ അല്ലാതെ ഒരുപാട് റൂംസ് ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുന്നതിന്റെ ഭാഗമായിട്ടും പല ക്യാൻഡിലിവറുകളും പല കട്ടൗട്ടുകളും അതുപോലെ ലെവൽ ഡിഫറൻസിലുള്ള മെസനൈൻ ഫ്ലോർ സ്ലാബുകളും അത് കഴിഞ്ഞ് മേളിലേക്ക് വരുമ്പോഴാണെങ്കിലും പല ലെവൽസ് സ്ലാബുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ടിപ്പിക്കലായിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് മെഷർമെന്റ് എടുത്ത് നമുക്ക് റേറ്റ് പറയാൻ പറ്റും. അതിന് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിസൈൻ പ്രകാരം നമ്മൾ പലരും പറയും, നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയുടെ കാര്യം പറയും. സിവിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കമ്പിക്ക് കമ്പി, സിമെന്റിന് സിമെന്റ്, കട്ടയ്ക്ക് കട്ട, മണലിന് മണൽ എല്ലാം കൃത്യമായ അനുപാതത്തിൽ പോയേ പറ്റുള്ളൂ. അതൊരു ചെറിയ പ്രോജക്റ്റ് ആണെങ്കിലും ഒരു മെഗാ മാസ് പ്രോജക്റ്റ് ആണെങ്കിലും. അതുകൊണ്ട് സിവിലിലെ മെറ്റീരിയൽ ക്വാളിറ്റിയിലുള്ള കോംപ്രമൈസിങ് ബ്രാൻഡുകൾ തമ്മിലുള്ള ചെറിയ 10-20 രൂപയുടെ വ്യത്യാസങ്ങളൊക്കെ കമ്പിക്കും സിമെന്റിനും ഒക്കെ വന്നാലായി. ചൂസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിസൈൻസിന്റെ ബേസിസിലായിരിക്കും ശരിക്കും കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരിക. ഇപ്പം ഇന്റേണലി വരുന്ന ലേഔട്ട് ആയാലും ശരി, ആ ലേഔട്ടിന്റെ ടിപ്പിക്കൽ അല്ലാതെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന റൂംസിന്റെ ബേസിസ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ബീംസ്, അതുപോലെ ടോയ്ലറ്റ്സ് വന്നു കഴിയുമ്പോഴത്തേനും ഷങ്കൻ ബീമുകൾ. ഇപ്പം ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയേക്കാൾ ഉപരി നമ്മുടെ റിക്വയർമെന്റ് പ്രകാരം നമ്മൾ ചെയ്തു വരുന്ന ഡിസൈൻസിന്റെ ബേസിസ് വരുന്ന ഈ കോംപ്ലിസിറ്റി വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാൻ ആർക്കിടെക്ചറൽ ഏരിയയിൽ നമുക്ക് വരുന്ന കോസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ എലിവേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ റൂഫിംഗ് വരുന്നുണ്ട്. റൂഫിങ് എലിവേഷൻ ഓർണമെന്റലായിട്ട് വരുന്ന ക്ലാഡിംഗ് വർക്കുകൾ, ചില പെർഗോളാസ്, ജാളി പോലുള്ള കാര്യങ്ങൾ, ഗ്ലാസ് വർക്കുകൾ, ഒരു ബ്രിക്ക് വർക്ക് ചെയ്ത് ഡബിൾ സൈഡ് പ്ലാസ്റ്റർ ചെയ്ത് പുട്ടിയിട്ട് പെയിന്റ് ചെയ്തൊക്കെ വരുന്നതിനേക്കാളും കോസ്റ്റ് ആവും. ലാമിനേറ്റഡ് ഒരു ടഫൻ ഗ്ലാസ് ഒക്കെ കൊടുത്തു വരുമ്പോൾ ഗ്ലാസിന്റെ പ്രൊവിഷൻസ് വരുമ്പോൾ ഉള്ള പ്രത്യേകിച്ച് അത് മൂവ്മെന്റ് സ്ലൈഡിങ് ടൈപ്പുള്ള ഡോസ് ഒക്കെയാണ് അതിന്റെ അക്സസറീസ് ഒക്കെ വന്നു കഴിയുമ്പം അതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. ഇപ്പൊ ഡിസൈൻസിന്റെ ബേസിസിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തെടുത്തതിന് ശേഷം ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പം കിട്ടുന്ന ഒരു വാല്യൂ ആണ് നിങ്ങൾ ഈ കേൾക്കുന്ന 2000 സ്ക്വയർ ഫീറ്റ് റേറ്റ്, അല്ലെങ്കിൽ 2200 പെർ സ്ക്വയർ ഫീറ്റ്, 2500 പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 വിധത്തിൽ ബഡ്ജറ്റിങ് പോവാം. ഒന്നുകിൽ നിങ്ങളുടെ ബഡ്ജറ്റും റിക്വയർമെന്റും പറഞ്ഞാൽ അതനുസരിച്ച് നമുക്കൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഒരു കൺസേൺ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രോജക്റ്റിനെ ഡിസൈൻ ചെയ്തതിന് ശേഷം അതിനെ എസ്റ്റിമേറ്റ് ചെയ്ത് പോകാം. അതായത് ബഡ്ജറ്റ് ഒരു കൺസേൺ അല്ലാത്ത സ്ഥിതി. ഈ 2 വിധത്തിലാണ് പ്രോജക്റ്റിന്റെ എസ്റ്റിമേഷൻ അല്ലെ ബഡ്ജറ്റിങ് പോകുന്നത്.